രണ്ട് കയ്യിൽ കൂടി എത്ര വിരലുകളുണ്ട്? 10 വിരലുകൾ. ഇവിടെ ഇവിടെ 10 വിരലുകൾ. ഈ ഓരോ വിരലിന്റെ പേര് നമുക്കറിയാലോ. ഈ വിരലിന്റെ പേരെന്താ? തള്ളവിരൽ. തള്ളവിരൽ എന്ന് മാത്രമല്ല പറയാ, അപ്പം വിരൽ എന്നും പറയും. അപ്പനുമാണ് തള്ളയുമാണ് ഈ വിരൽ കേട്ടോ. ഈ വിരലിന്റെ പേരെന്താ? ചൂണ്ടുവിരൽ. ചൂണ്ടുന്ന വിരലാണ് അല്ലേ. ഈ വിരലിന്റെ പേരോ നടുവിരൽ. നടുവിരലുള്ള വിരലാണ് അല്ലേ. ഇതെന്താ? മോതിര വിരൽ. മോതിര കിടന്ന വിരലാണ്. ഇതോ ചെറുവിരൽ. ഇനി ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടികളോട് സത്യം പറയാവോ? കള്ളം പറയാൻ പാടില്ല കുട്ടികൾ. കള്ളം പറഞ്ഞാൽ പോലീസ് പിടിക്കും. ഈ 5 വിരലുകളിൽ നിങ്ങൾക്ക് ഏത് വിരലിനാണ് ഇഷ്ടം എന്ന് പറയണം. ഇഷ്ടമുള്ള കുട്ടികൾ കൈ പൊക്കണം. പിന്നെ കൈ പൊക്കാൻ പാടില്ല. ഒറ്റ തവണ കൈ പൊക്കാൻ പാടില്ലേ. പിന്നെ കൈകപ്പോ ഇപ്പൊ ഞാൻ ചോദിച്ചില്ലല്ലോ, അപ്പോഴേക്ക് കൈ പൊക്ക. എടാ മൊട്ടത്തലയാ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. റെഡി? ഒന്നുകൂടെ. അപ്പം വിരൽ ഇഷ്ടമുള്ള കുട്ടികളത് കൈ പൊക്കിക്കേ. തള്ള വിരൽ അല്ലെങ്കിൽ അപ്പം വിരൽ അതിന് ഇഷ്ടമുള്ളവർ കൈ പൊക്കണം. 1 2 3 4 5 6 7 8 9 10. 10 പേരേ ഉള്ളൂ അപ്പം വിരലിന്റെ കൂടെ തള്ള വിരലിന്റെ കൂടെ. ചൂണ്ട് വിരലിന് ഇഷ്ടമുള്ളവർ കൈ പൊക്കിക്കേ. ചൂണ്ട് വിരൽ. ഈ ഒരു തവണ കൈ പൊക്കിയവർ പിന്നെ പൊക്കിയ കൈ ഞാൻ കൊത്തു. 1 2 3 4 5 6 പേരുള്ളൂ ചൂണ്ട് വിരലിന്റെ കൂടെ. ശരി, നടുവിരലിന് ഇഷ്ടമുള്ള കൈ പൊക്കിക്കേ. നടുവിരല്. നീ എല്ലാത്തിനും കൈ പൊക്കണ്ടാ. 1 2 3 4 5 6 7. അവള് കോട്ടുവായിട്ടായിരുന്നു കൈ പൊക്കിയല്ല. അപ്പൊ 6 പേരുള്ളൂ. മോതിരവല്ല കൂടെ എത്ര പേരുണ്ട്? കണ്ട പെൺകുട്ടികൾ മുഴുവൻ കൈപൊക്കി. മോതിരെന്ന് കേട്ടെ, പൊന്നെന്ന് കണ്ട അപ്പ കൈപൊക്കിക്കോളൂ. പൊന്നും മണ്ടൊന്നും വേണ്ട, വെറുതെ കണ്ട് പോണ ചെക്കൻ്റെ കൂടെ. എന്തിനാ പൊന്നും മണ്ടൊക്കെ? പൊന്നെന്ന് കേൾക്കുമ്പോൾ കൈ പൊക്കുക. 1 2 3 4 5 6 8 9 10 11 12 13 14 15 16 17 18 19 20. എൻ്റെ അമ്മോ, 20 ആൾക്കാർ മോതിരവര്. ചെറുവരുടെ കൂടെ ആരൊക്കെ ഉണ്ട്? കണ്ട 2 അത് 2 ചെറിയ കുട്ടികൾ, പാപം ഒന്നും അറിയാത്ത 2 നേഴ്സറി കുട്ടികൾ. ഒരാൾ ചെറുപേരിന്റെ കൂടെ ഉണ്ട്. ഇനി കഥ കേട്ടോളൂ മക്കളെ കേട്ടോ. കഥ കേട്ടാ മൊട്ടത്തിലെ എവിടെ നോക്ക്. കഥ കേൾക്ക്. ഞാൻ കഥ പറയാൻ പോവാ. ഒരു ദിവസം രാവിലെ ഈ സ്കൂളിലെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി രാവിലെ എഴുന്നേറ്റു. അമ്മ പോയി വിളിച്ചു, മോളെ എണീക്ക് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പം ഈ സ്കൂളിൽ പോകാൻ നേരത്തെ അമ്മ വന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു മടി വരാണ്ട്. അപ്പൊ നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ കിടക്കും. കയ്യൊക്കെ വെച്ചു അമ്മ കുറച്ചേരും കൂടി കിടക്കട്ടെ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കും. അപ്പൊ അമ്മ വീണ്ടും വന്നിട്ട് എണീക്കടി എന്ന് പറയുമ്പോൾ നമ്മൾ എണീക്കും. കാരണം സ്കൂളിൽ പോകണ്ടേ. സാധാരണ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ കുട്ടികൾ? എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ട അത്രയും നേരം നമ്മൾ ഉറങ്ങിയതല്ലേ. അപ്പൊ നമ്മള് വിരലോണ്ടതാ ഇങ്ങനെ ആക്കിയിട്ട് കണ്ണങ്ങോട്ട് തുറപ്പിക്കും. അതുവരെ കണ്ണിന് ഇങ്ങനെ സ്ക്രൂ കൊടുക്കുക. ഇങ്ങനെ സ്ക്രൂ കൊടുത്ത് കണ്ണങ്ങോട്ട് തുറക്കും. അങ്ങനെ ഈ കുട്ടി സ്ഥിരം അങ്ങനെയായിരുന്നു ചെയ്യാറ്. പക്ഷേ അമ്മ വിളിച്ചന്ന് ഈ കുട്ടി കൈകൊണ്ട് ഇങ്ങനെ ചെയ്തപ്പം കുട്ടിക്ക് സ്ഥിരം ചെയ്യുന്നൊരു സുഖം കിട്ടിയില്ല. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി കണ്ണു തുറന്ന കുട്ടി കാണുന്ന കാഴ്ച, ആ കുട്ടിയുടെ കയ്യിൽ 5 വിരലുകളുമില്ല. 5 വിരലുകളും അപ്രത്യക്ഷമായിരിക്കുകയാണ്. കുട്ടിയുടെ കൈപ്പത്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കുട്ടിക്ക് ആ സുഖം കിട്ടാഞ്ഞ്. കുട്ടി ഒറ്റ കരച്ചില് അമ്മേ എന്ന് പറഞ്ഞ് കരഞ്ഞു. അടുക്കളയിൽ നിന്ന് അമ്മ ഓടി വന്നു. എന്താടി? കുട്ടി കൈ കാണിച്ചു. നോക്കമ്മേ, എൻ്റെ കയ്യിൽ ഒരു വിരല് പോലും ഇല്ല. അപ്പൊ അമ്മ, ഇതാണോ അത്ര വലിയ കാര്യം, നീ ഇങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞ് അമ്മയുടെ 2 കൈയും കാണിച്ചു കൊടുത്തു. അമ്മയുടെ കയ്യിലും വിരലുകളൊന്നുമില്ല. 10 വിരലുകളും അപ്രത്യക്ഷമായിരിക്കുന്നു. ഉടനെ കുട്ടി അമ്മയോട്, അതെന്താ അമ്മേ നമുക്ക് വിരലില്ലാത്ത? അപ്പൊ അമ്മ പറഞ്ഞു, അറിയില്ല മോളെ, രാത്രി കിടന്നുറങ്ങണവരുണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ കാണുന്നില്ല. ഞാൻ ഒരു പണിയെടുത്തിട്ടില്ല. എങ്ങനെയാ ഞാൻ പണിയെടുക്കുക? വിരലില്ലാണ്ട് ഞാൻ എങ്ങനെ പണിയെടുക്കുക? ഒരു ചെമ്പെടുത്തിട്ട് ഞാൻ എങ്ങനെ അടുപ്പിന്റെ മേലെ വെക്കുക? ചായ ഉണ്ടാക്കുക? തീപ്പെട്ടിക്കൊള്ളി ഞാൻ എങ്ങനെ കത്തിക്കുക? അല്ലെങ്കിൽ ഗ്യാസിന്റെ ലൈറ്റർ ഞാൻ എങ്ങനെ കത്തിക്കുക? അതുകൊണ്ട് ഞാൻ ഒരു പണിയെടുത്തിട്ടില്ല പറഞ്ഞു. അപ്പൊ കുട്ടി, അച്ഛനതാ കൊലായി കുത്തിരിക്കിട്ട് പോയി നോക്ക്. കുട്ടി ഓടി ചെന്നിട്ട് അച്ഛാ എനിക്കും അമ്മയ്ക്കും എന്ന് പറഞ്ഞപ്പോഴേക്ക് കുട്ടി ഞെട്ടി. അച്ഛനും കൈ കാണിച്ചു കൊടുത്തു. അച്ഛന്റെ കയ്യിലും ഇല്ല വിരല്. അപ്പൊ കുട്ടി വേഗം അച്ഛന്റെ മടിയിൽ കയറിയിരുന്നു. അച്ഛാ എന്താ അച്ഛമ്മക്ക് വിരലില്ലാത്ത? അപ്പൊ അച്ഛൻ പറഞ്ഞു, അറിയില്ല മോളെ, രാത്രി കിടന്നുറങ്ങണവരുണ്ട്, എനിക്ക് ഉറപ്പാ. രാത്രി എണീറ്റപ്പോൾ കാണുന്നില്ല, രാവിലെ എണീറ്റപ്പോൾ കാണുന്നില്ല. അപ്പൊ കുട്ടി ചോദിച്ചു, അച്ഛാ നമുക്ക് മാത്രമാണോ വിരലില്ലാത്ത? അപ്പുറത്തെ വീട്ടിലുണ്ടോ? നമ്മളെ ഫാത്തിമത്താത്തന്റെ വീട്ടിലുണ്ടോ? അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ ചോദിച്ചില്ല, ഞാൻ ചോദിച്ചു നോക്കണം. അച്ഛാ ഫാത്തിമത്താത്ത അവിടെ എല്ലാവർക്കും വിരലുണ്ടോ എന്ന് ചോദിച്ചു അടുത്ത വീട്ടിലേക്ക്. അപ്പൊ ഫാത്തിമത്താത്ത, ഇല്ല സുമാരേട്ടാ, രാത്രിയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഇല്ല എന്നറിഞ്ഞു.
ഉടനെ ഇപ്പുറത്തെ വീട്ടിൽ ജോസഫേട്ടന്റെ വീട്, ജോസഫേട്ടന്റെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു, ജോസഫേട്ടാ അവിടെ എല്ലാവർക്കും വരലുണ്ടോ? അപ്പൊ അവിടുന്ന് വിവരം, ഇല്ലേട്ടാ രാത്രി ഉറങ്ങണവരുണ്ടായിരുന്നു, രാവിലെ എണീറ്റപ്പോ കാണുന്നില്ല. അപ്പൊ സമാധാനായി. രണ്ട് വീട്. സാധാരണ ഇങ്ങനെ നമ്മൾ അടുത്ത വീട്ടിലേക്ക് എന്താ വിളിച്ച് ചോദിക്കാറ്? കറണ്ട് ഉണ്ടോ എന്നല്ലേ? നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോ അപ്പുറത്തെ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കും, അവിടെ കറണ്ട് ഉണ്ടോ? അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനമായി. ഓ അവിടെ ഇല്ല അല്ലേ, അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാലോ ഓ ഓർക്കുണ്ട് മുമ്പൊക്കില്ല എന്ന് പറയും. സത്യത്തില് ആരെ വീട്ടിലും വരലില്ല. അപ്പൊ കുട്ടി ചോദിച്ചു, അച്ഛാ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ? നീ എങ്ങനെ സ്കൂളിൽ പോണത്? നീ എങ്ങനെ ബാഗ് തൂക്കുക? നീ എങ്ങനെ എഴുതുക? നീ എങ്ങനെ ഭക്ഷണം കഴിക്കുക? നീ എങ്ങനെ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുക? ഇതിനൊക്കെ വരല് വേണ്ടേ? സ്കൂളിൽ പോണ്ട, ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. കുട്ടിക്ക് സന്തോഷമായി, സ്കൂളിൽ പോണ്ടല്ലോ. അപ്പൊ കുട്ടി ഇങ്ങനെ അകത്തൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുമ്പോ പെട്ടെന്ന് വീട്ടിന്റെ ഒരു ടീപ്പോയുടെ മേലെ ഒരു കത്ത്, ഒരു വെള്ള പേപ്പറിൽ ഒരു കത്ത് എഴുതി വെച്ചിരിക്കുന്നു. കുട്ടി ആ കത്തെടുത്ത് 2 വരിയെ വായിച്ചുള്ളൂ. ഓടി അച്ഛനെടുത്ത് കൊണ്ടു, അച്ഛാ ഈ കത്തൊന്ന് വായിച്ചു നോക്കൂ. അപ്പൊ അച്ഛൻ കത്ത് വായിച്ചു. പ്രിയപ്പെട്ട വീട്ടുകാർക്ക്, ഞങ്ങൾ വിരലുകൾ ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിനായിട്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അതുവരെ നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് സ്വന്തം വിരലുകൾ. ഇതാണ് കത്ത്. അപ്പൊ കുട്ടി ചോദിച്ചു, അച്ഛാ വിരലുകൾക്കും സമ്മേളനം ഉണ്ടാവുമോ? അപ്പൊ അച്ഛൻ പറഞ്ഞു, ഉണ്ടാവുകയും മോളെ, ഇപ്പൊ എല്ലാവർക്കും പാർട്ടി ഉള്ളതല്ലേ, ഇപ്പൊ വിരലുകളും പാർട്ടി ഉണ്ടാക്കിണ്ടാവും. ഒരു സമ്മേളനമൊക്കെ കഴിഞ്ഞ് വരട്ടെ, 3 ദിവസം നമുക്ക് താമസിക്കാം എന്ന് പറഞ്ഞ് കഴിഞ്ഞു. രംഗം 2. ഓൾ കേരള ഫിംഗേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം, വിരലുകളുടെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് വലിയൊരു മൈതാനത്തിൽ നടക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ ആരുടെ കയ്യിലും വിരലില്ല കേട്ടോ. അപ്പൊ എല്ലാ വിരലുകളും തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നമ്മുടെ വിരലൊക്കെ ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ്. അവിടേക്ക് ഏഷ്യാനെറ്റും സൂര്യയും മനോരമയും മാതൃഭൂമിയും പിന്നെ കൈരളി ചാനലും എല്ലാവരും വന്നിട്ടുണ്ട് അവിടെ പകർത്താൻ. ഈ പകർത്താൻ വന്ന ആൾക്കാർക്കൊന്നും കയ്യില്ല, വിരലില്ല. അപ്പൊ ക്യാമറ ഒക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാ വന്ന്, ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് എല്ലാവരും വന്ന് ഇങ്ങനെ എടുക്കുക. അപ്പൊ സമ്മേളനം അവസാനിക്കുന്ന ദിവസമായപ്പം ഇവരെല്ലാം വന്നപ്പം ഒരു ഭാഗത്ത് വിരലുകൾ എല്ലാവരും കൂടി ഇങ്ങനെ തടിച്ചു കൂടി നിന്നിട്ട് ഭയങ്കര കച്ചറ നടക്കുക, കച്ചറ. അപ്പൊ ഒരു വിരലിനോട് ചോദിച്ചു, അവിടെ എന്താണ്? അപ്പൊ അങ്ങോട്ട് ചെല്ലു, അവിടെ അടി നടക്കുന്ന ഒരു വിരല്. എന്തിന്? അതെ, ഇന്ന് സമ്മേളനം തീരുന്ന ദിവസമല്ലേ, ആരാ പ്രസിഡന്റ് ആവാൻ ചൊല്ലി തർക്കം നടക്കുക അവിടെ. ഈ പ്രസിഡന്റ് ആവാനും മന്ത്രി ആവാനൊക്കെ MLA ആവാനൊക്കെ ഭയങ്കര മത്സരാ. പറഞ്ഞങ്ങോട്ട് വിജയിച്ചിട്ട് ഞാനങ്ങോട്ട് ആവുന്നൊക്കെ പറയും. ഉടനെ ചാനലുകാരൊക്കെ ക്യാമറയെ പൊത്തിപ്പിടിച്ച് അവിടേക്ക് എത്തി. അവിടെ എത്തിയപ്പോഴോ ഈ 5 വിരലിലെ നേതാക്കന്മാരും ചുറ്റും കൂടി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചീത്ത പറയുകയാണ്. ഞാനാവും പ്രസിഡന്റ്, നീ ആവണ്ടടാ പ്രസിഡന്റ് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ഓരോരുത്തരും അവരുടെ ഗുണങ്ങൾ പറയുക. അപ്പൊ അപ്പം വിരലിലെ നേതാവ് എന്താ പറയുന്നറിയോ? കേക്കണ. അപ്പൊ വിരലിലെ നേതാവ് എന്താ പറയുന്നറിയോ? അപ്പതാ ഞാൻ തള്ളാതും പറയും, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ നിങ്ങളെ നാല് പേരെ ഞാൻ നോക്കണത് കണ്ടോ? ഒറ്റയ്ക്ക ഒരു ഭാഗത്ത്, നിങ്ങൾ 4 പേരുടെ ശക്തിയാ എനിക്ക്, ഞാനില്ലാതെ നിങ്ങൾക്ക് ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് പ്രസിഡന്റ് ആവാൻ എന്തുകൊണ്ടും യോഗ്യൻ ഞാനാ എന്ന അപ്പം വരല്. ഉടനെ നടുവരല്, എന്താപ്പാ ഇങ്ങനെ പിച്ചുമ്പയൊക്കെ പറയുന്നത്? അപ്പാ ഈ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഹൈറ്റും വെയിറ്റും ഒക്കെ വേണ്ടപ്പാ, അല്ലാതെ അപ്പനെ പോലെ ഇങ്ങനെ കുള്ളനായിട്ടിരിക്കുകയാണോ? മക്കളുടെ കൂടെ നിൽക്കണ്ടപ്പാ, അപ്പുറത്താണോ പോയി നിൽക്കുന്നത്? ഇത് കണ്ടാപ്പാ വിരലുകളൊക്കെ കുത്തനെ വെച്ചാ ഗോപുരം പോലെ ഉയർന്നു നിൽക്കുന്ന ആരാപ്പാ? ഞാനല്ലേപ്പാ. അതുകൊണ്ട് ഞാനാവാപ്പാ പ്രസിഡന്റ് എന്ന് നടുവിരല്. ഉടനെ മോതിരി വിരലിലെ നേതാവ് കൊണ്ട് വന്നിട്ട്, വാട്ട് നോൺസെൻസ് ആർ യു സ്പീക്കിംഗ് മിസ്റ്റർ നടുവിരൽ? നിങ്ങൾ എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത്? ഇങ്ങോട്ട് നോക്കൂ, വിലപിടിപ്പുള്ള മോതിരങ്ങൾ, രത്നങ്ങൾ പരിച്ച മോതിരങ്ങൾ അണിയുന്നത് എൻ്റെ വിരലിലാണ്, മോതിരി വിരൽ. അതുകൊണ്ട് ഞാൻ ആവാം പ്രസിഡന്റ്. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ് എന്ന് മോതിരി വിരൽ പറഞ്ഞു. ഉടനെ ഇവരെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് പുറത്തു നിന്ന് ഒരാൾ കൊണ്ട് വന്നു. കുറെ നേരമായി ഞാൻ കേൾക്കുന്നു, അപ്പനാണത്രേ, ഗോപുരമാണത്രേ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു അനീതി കണ്ട ചൂണ്ടണമെങ്കിൽ ഞാൻ തന്നെ വേണ്ടേ? അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചൂണ്ടുവോ എന്ന് ചോദിച്ചുകൊണ്ട് ചൂണ്ടുവരേണ്ട ആള് വന്നപ്പം എല്ലാവരും പേടിച്ചു. ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിയതുപോലെയാണ് ചൂണ്ടുവരേണ്ട ആള് വന്നത്. എല്ലാവരും പേടിച്ചു നിൽക്കുക. ശരി, ഒരാൾ കൂടി വരാനുണ്ട്. ആരാ ശരി വരാനുള്ളത്? ആരാ? ചെറുവിരലിന്റെ നേതാവ് പേടിച്ചിരിക്കുകയാണ് ഒരു ഭാഗത്ത്. അപ്പൊ ചെറുവിരലിന്റെ അണികളൊക്കെ ചേർത്ത് ചെറുവിരലിന്റെ നേതാവിനെ തള്ളിവിട്, പോയി പറന്ന്. അവസാനം മുന്നിലെത്തി ചെറുവിരല്. അതെ, നിങ്ങളൊക്കെ പറയണത് പോലെ
അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ എൻ്റെ കയ്യിലില്ല. ഞാനൊരു ചെറുതാ, പ്രസവത്തിലെ ഇങ്ങനെയാ, ചെറുതാ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ദൈവത്തെ ആദ്യം കാണുക ഞാനാ, ദൈവം ആദ്യം കാണുക എന്നെയാ. അതങ്ങോട്ട് കേട്ടപ്പം മറ്റു വിരലുകൾക്ക് ദേഷ്യം വന്നു. അപ്പൊ അവരുടെ അതെങ്ങനെയാണ് ആദ്യം ആദ്യം ദൈവത്തെ കാണുന്നത്? ദൈവം എങ്ങനെയാണ് ആദ്യം നിന്നെ കാണുന്നത്? എന്താ കുട്ട, എങ്ങനെയാണ് നിന്നെ ആദ്യം ദൈവം കാണുന്നത്? വാട്ട് നോൺസെൻസ് ആർ യു സ്പീക്കിംഗ് മിസ്റ്റർ ചെറുവിരൽ? നിന്നെ എങ്ങനെയാടാ ദൈവം ആദ്യം കാണുന്നത്? പുള്ളേ പറയടാ, എങ്ങനെയാടാ നിന്നെ ആദ്യം ദൈവം കാണുന്നത്? എല്ലാരും ഇവിടെ ചൂടായപ്പോ വീണ്ടും ചെറുവിരൽ വിനീതനായിക്കൊണ്ട് പറഞ്ഞു, എല്ലാവരും ദേഷ്യപ്പെടുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എല്ലാവരും ഒന്ന് കൈകൂപ്പോ, മക്കളൊക്കെ ഒന്ന് കൈകൂപ്പിക്കേ. ഇങ്ങനെ കൈകൂപ്പുമ്പോ ഏറ്റവും മുമ്പിൽ ഞാനാ. ദൈവത്തിന്റെ മുമ്പിൽ കൈകൂപ്പുമ്പോ ഏറ്റവും മുമ്പിൽ ഞാനാ. അപ്പൊ ഞാനാണ് ആദ്യം ദൈവത്തെ കാണുന്നത്. നിങ്ങളൊക്കെ എൻ്റെ പുറകിൽ ഇങ്ങനെ ക്യൂ നിൽക്കുക. അപ്പൊ ദൈവം ആദ്യം എന്നെ കാണുന്നത്. അതുകൊണ്ട് ഞാനായിക്കോട്ടെ പ്രസിഡന്റ് എന്ന് ചോദിച്ചപ്പം മറ്റു വിരലുകൾക്ക് അത്ഭുതമായി. ദൈവത്തെ കാണാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ചെറുവിരലാണ് ദൈവത്തെ കാണാനുള്ള ഭാഗ്യം. അവൻ തന്നെ ആവട്ടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ചെറുവിരലെടുത്ത് മാനത്തേക്ക് ഉയർത്തി. പിറ്റേന്നിന് അവനെ പത്രം വന്നപ്പം പത്രത്തിലെ വാർത്ത എന്താണെന്നറിയോ? എന്താണ്? വിരലുകളുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു, ചെറുവിരൽ പ്രസിഡന്റ്. ഈ കഥ എനിക്ക് പറഞ്ഞതെന്ന് ആരാന്നറിയോ? മാഷന്മാരുടെയൊക്കെ ഒരു മാഷുണ്ടായിരുന്നു, കുഞ്ഞിനി മാഷ് എന്ന് പറയുന്നൊരു മാഷ്. ആ കുഞ്ഞിനി മാഷാണ് ഈ കഥ പറഞ്ഞത്. കുഞ്ഞിനി മാഷ് പറഞ്ഞിരിക്കുന്ന ചെറുവിരൽ എന്ന് പറയുന്നത് കുട്ടികളാണ്. കുട്ടികളാണ് ചെറുവിരൽ. കുട്ടികളുടെ പ്രാർത്ഥനയാണ് ദൈവം ആദ്യം കേൾക്കുക. വലിയ ആൾക്കാരുടെ പ്രാർത്ഥനയൊക്കെ പിന്നെ കേൾക്കുള്ളൂ. കുട്ടികൾ ആത്മാർത്ഥമായിട്ട് പടച്ചോനോട് പ്രാർത്ഥിച്ച പടച്ചോൻ അത് നിറവേറ്റി തരുമെന്നാണ് കുഞ്ഞിനി മാഷ് പറഞ്ഞിരിക്കുന്നത്. കഥ ഇഷ്ടായോ? നമ്മ കൈയിടിക്ക്. കണ്ടോ, എല്ലാം റെഡിയായി, ഓർക്കസ്ട്ര റെഡിയായി. ഇനി നിങ്ങൾ മധുരമോറുന്ന ഗാനങ്ങളിലേക്ക്